നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിലെ ബാലൻ ഡ്യൂറിന് വേണ്ടിയുള്ള നോമിനി ലിസ്റ്റ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 30 പേരുടെ ലിസ്റ്റാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സുപ്രധാന താരങ്ങളെല്ലാവരും ഇടം നേടിയിട്ടുണ്ട്. റോഡ്രിഗോക്ക് ഇടം ലഭിച്ചില്ല എന്നുള്ളത് മാത്രമാണ് ഒരൽപ്പം വിവാദമായിക്കൊണ്ട് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് തുടരുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ തന്നെ ലയണൽ മെസ്സിയും ഈ ഒരു നോമിനി ലിസ്റ്റിൽ ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ഗോളിൻ്റെ പവർ റാങ്കിങ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് വിനീഷ്യസ് ജൂനിയർക്കാണ്. കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡിന് വേണ്ടി ഗംഭീര പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആകെ 26 ഗോളുകളും 12 അസിസ്റ്റുകളുമാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നേടിയിട്ടുള്ളത്. ചാമ്പ്യൻസ് ലീഗും ലാലിഗയും സൂപ്പർ കോപ്പ ഡി എസ്പാനയും വിനീഷ്യസ് ജൂനിയർ കഴിഞ്ഞ സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ വിനിക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് റോഡ്രി അവിടെയുണ്ട്, ജൂഡ് ബെല്ലിംഗ്ഹാം ഉണ്ട്, ഡാനി കാർവഹൽ ഉണ്ട്, ലൗട്ടറോ മാർട്ടിനസ് ഉണ്ട്. അങ്ങനെ എളുപ്പത്തിൽ വിനിക്ക് നേടാൻ കഴിയില്ല. ഒരു കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. അതേസമയം വിനീഷ്യസ് ജൂനിയറേക്കാൾ കൂടുതൽ മറ്റു താരങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നുള്ള വാദഗതികളും ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് സജീവമാണ്. ഏതായാലും വിനിയുടെ ചില പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അദ്ദേഹം FC ബാഴ്സലോണക്കെതിരെ കഴിഞ്ഞ സീസണിൽ ആകെ 4 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ബാഴ്സലോണക്കെതിരെ ഹാട്രിക്ക് നേടിയിട്ടുള്ള താരമാണ് വിനീഷ്യസ് ജൂനിയർ. ബാഴ്സലോണ ഒരിക്കലും ഒരു ചെറിയ ക്ലബ്ബല്ല. അവർക്കെതിരെ 4 ഗോളുകളും ഒരു അസിസ്റ്റും കഴിഞ്ഞ സീസണിൽ അവകാശപ്പെടാൻ വിനീഷ്യസിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വലൻസിയക്കെതിരെ 4 ഗോളുകൾ നേടിയിട്ടുള്ള താരമാണ് വിനീഷ്യസ് ജൂനിയർ. ഒസാസുനക്കെതിരെ 3 ഗോളുകളും ഒരു അസിസ്റ്റും, ബ്രാഗക്കെതിരെ 1 ഗോൾ 2 അസിസ്റ്റുകൾ, ജിറോണക്കെതിരെ 1 ഗോൾ 2 അസിസ്റ്റുകൾ. ജിറോണ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. അലാവസിനെതിരെ 2 ഗോളുകൾ, അൽമേരിയക്കെതിരെ 2 ഗോളുകൾ, ബയേൺ മ്യൂണിക്കിനെതിരെ 2 ഗോളുകൾ വിനീഷ്യസ് ജൂനിയർ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ 2 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഫൈനലിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെതിരെ 1 ഗോൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. സെൽറ്റയ്ക്കെതിരെ 1 ഗോൾ, ലീപ്സിഗിനെതിരെ 1 ഗോൾ, ലാസ് പാൽമസിനെതിരെ 1 ഗോൾ, നാപ്പോളിക്കെതിരെ 1 ഗോൾ, ഗറ്റാഫക്കെതിരെ 1 അസിസ്റ്റ് എന്നിങ്ങനെയാണ് ഇപ്പോൾ വിനീഷ്യസിൻ്റെ കണക്കുകൾ വരുന്നത്. വലിയ മത്സരങ്ങളിൽ ബിഗ് മാച്ചുകളിൽ തിളങ്ങാൻ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞ സീസണിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തെ ഒരൽപ്പം വ്യത്യസ്തനാക്കി നിലനിർത്തുന്നത്. ബാഴ്സലോണക്കെതിരെ അദ്ദേഹം തിളങ്ങി. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ ജിറോണക്കെതിരെ തിളങ്ങി. ബയേൺ മ്യൂണിക്ക്, മാഞ്ചസ്റ്റർ സിറ്റി, ബൊറൂസിയ ഡോർട്ട്മുണ്ട്, നാപ്പോളി എന്നിവർക്കെതിരെയൊക്കെ മികച്ച രൂപത്തിലുള്ള പ്രകടനം പുറത്തെടുക്കാൻ വിനീഷ്യസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നതും. ഏതായാലും ഇനി അധികമൊന്നും കാത്തിരിക്കേണ്ടതില്ല. അടുത്ത മാസം അവസാനത്തിലാണ് ഈ ഒരു ബാലൻ ഡ്യൂർ പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിക്കുക. ആരായിരിക്കും ഇത്തവണ നേടുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.